ശ്രീ പ്രശാന്ത്, ഈ ചില നേതാക്കന്മാരൊക്കെ മുൻകാലങ്ങളിൽ വോട്ട് നേടിയതും വോട്ട് ഏത് വഴിയിലൂടെയൊക്കെ കിട്ടിയതിനെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ്. അതിലൊരാളാണ് കോൺഗ്രസിലെ കെ മുരളീധരൻ. 2019 തനിക്ക് ആരുടെയൊക്കെ വോട്ട് കിട്ടിയെന്നും ഇത് എതിർപക്ഷത്തുള്ളവർക്കും അല്ലെങ്കിൽ മറ്റു ചിലർക്കുമൊക്കെ അത് ചില ചൊടിപ്പുണ്ടാക്കുന്നതുമായ കാര്യമാണ്. മുരളീധരൻ്റെ വെട്ടിത്തുറന്നു പറച്ചിലിനകത്ത് എന്താണ് അർത്ഥമാക്കുന്നത്? മുരളീധരനൊരു പണി കൊടുത്താ സാറേ. ഇതിനകത്ത് നമ്മളിപ്പോൾ കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പം രാഷ്ട്രീയത്തിനകത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെ ഇടപെടിയിൽ CPM ഒരു നിലപാടുമായിട്ട് വളരെ കൃത്യമായിട്ടൊരു നിലപാടുമായിട്ട് ഇറങ്ങി. UDF വളരെ കൃത്യമായിട്ട് മുസ്ലിം തീവ്ര ഗ്രൂപ്പുകളുടെ വോട്ട് മേടിച്ച് ജയിക്കുന്ന പാർട്ടിയാണ്. ആ വോട്ട് മേടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ പോലും ഇവിടെ വരുന്നു. മുമ്പെങ്ങും ഇല്ലാത്തതുപോലെ മുസ്ലിം ലീഗ് ഈ പാർട്ടികളുടെ എല്ലാം തണലായി മാറുന്നു. ജമാഅത്ത് ഇസ്ലാമി ആയാലും കൊള്ളാം, SDP ആയാലും കൊള്ളാം, ലേബർ പാർട്ടി, അങ്ങനത്തെ ഒരു പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി. ഇപ്പം ഇവരുടെ എല്ലാം വോട്ട് മേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് പോളിറ്റ് ബ്യൂറോ അങ്ങനത്തെ ആഹ്വാനെ പിണറായി സഖാവാണ് ഇലക്ഷൻ സമയത്തോട്ട് പറഞ്ഞു തുടങ്ങി ബാക്കി നേതാക്കന്മാരെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് അവർ പറയുന്നതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അവർ ചേർത്ത് പിടിക്കാൻ നോക്കി, പക്ഷേ ചേർന്ന് നിന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്ന പലവട്ടം പരിശോധിച്ചപ്പോഴും ചേർന്ന് നിന്നുമില്ല. ആ ചേർത്ത് പിടിക്കലിനകത്ത് അവർക്ക് വലിയ നഷ്ടവുമുണ്ടായി അവരുടെ ഭാഗത്തു നിന്നുള്ള വോട്ട്. അപ്പം അവരുടെ ഭാഗം കറക്റ്റ് ചെയ്യുന്നതിനും അവരുടെ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന, അതായത് പാർട്ടിയുടെ ഭാഗം ഇനിയും നഷ്ടപ്പെടാൻ പാടില്ല അടുത്ത ഇലക്ഷനുകൾ. അതുകൊണ്ട് പാർട്ടിയുടെ ഭാഗമെന്ന് പറഞ്ഞാൽ അടിസ്ഥാന വോട്ട്, SC ST അല്ലെങ്കിൽ OBC ആ വോട്ടുകൾ, പിന്നെ ഈഴവ വോട്ട്, പിന്നെ ഇതിൻ്റെ കൂടെ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന കുറച്ച് വോട്ടുകളൊക്കെ മുസ്ലിമിൻ്റെ കാണും, അത് ഉണ്ടാവും അല്ലെങ്കിൽ ഇല്ലാതാവും. പക്ഷേ ആ അവസ്ഥയിലേക്ക് പോകും. അപ്പം മറ്റു ഭാഗത്തെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്, UDFൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ശക്തമായ നിയന്ത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം ഞങ്ങളാണ് എല്ലാം, ഞങ്ങൾ പറയുന്നതിനപ്പുറം പറ്റത്തില്ല, ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതിയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് പല പ്രസ്താവനകൾ ഇറക്കുന്നു. ഭരണത്തിനപ്പുറം ഭരണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അതെങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കുന്ന ഒരവസ്ഥ വരുന്നു. അവരുടെ ഭാഗം സംസാരിക്കുന്നതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സംസാരിക്കുന്നു. അതിനകത്ത് യാതൊരു എതിർപ്പും പറയാൻ പ്രാപ്തിയില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഇതിനകത്ത് മുസ്ലിം വർഗീയത കോൺഗ്രസ്സിന് ഉണ്ടെന്ന് പറയുമ്പോൾ മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടിസ്ഥാന വോട്ടുകളായിട്ടുള്ള ക്രിസ്ത്യാനി ഒരു വ്യക്തത വരുത്താതെ നിർത്തുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പല മണ്ഡലത്തിലും പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യൻ മേഖല പരിശോധിക്കുമ്പോൾ ആ മേഖലയിൽ BJPക്ക് വോട്ട് കൂടുന്നതും, ഇതൊക്കെ UDFനെ സംബന്ധിച്ചിടത്തോളം 2026 അവർക്ക് അധികാരത്തിൽ വരുന്നതിന് ക്രിസ്ത്യൻ വോട്ടുകളുടെ കുറവ് വന്നാൽ അത് വളരെ കുഴപ്പത്തിലേക്ക് പോകും. അപ്പം ആ ഒരവസരത്തിലാണ് ഇതിനകത്തും ഈ പറയുന്ന മുന്തിയ നായന്മാരുടെ വോട്ടും, അല്ലെങ്കിൽ ഈ 100% വോട്ടല്ലല്ലോ ഒരു പാർട്ടിക്കും. ഇപ്പം ക്രിസ്ത്യാനി വോട്ട് ചെയ്താലും 100 വോട്ട് ക്രിസ്ത്യാനി നമ്മളീ പറയുന്ന പോലെ ചെയ്തില്ല. ഭൂരിപക്ഷം വോട്ട് UDFന്, കുറച്ച് വോട്ട് ഈ പറയുന്ന ബാക്കി അവർക്ക് ഇഷ്ടമുള്ള പാർട്ടികൾക്കൊക്കെ ചെയ്യും. അതിനകത്ത് LDF ഒക്കെ കാണും. അതുപോലെ നായന്മാരുടെ വോട്ടായാലും 100% അല്ല, കൂടുതൽ വോട്ട്. അതാണ് നമ്മളിപ്പോൾ ഈ ഓരോ പാർട്ടിക്കും ഓരോ വിഭാഗം കൊടുക്കുന്ന വോട്ടിന് കാര്യം പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഈ വർഗീയ ധ്രുവീകരണം വളരെ കരുതലോടുകൂടി പ്രയോഗിച്ച് CPM മുന്നോട്ട് വരുമ്പോൾ, ഹിന്ദു വോട്ടുകൾ അവരുടെ ഭാഗമാക്കി നിർത്താൻ ശ്രമിക്കുമ്പോൾ, ആ ഹിന്ദു വോട്ടുകൾ തന്നെ BJPയുടെ ഭാഗമായിട്ട് നിർത്താൻ BJPയും ശ്രമിക്കുമ്പോൾ, കോൺഗ്രസ്സിനകത്ത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ തീർത്തും ഇല്ലാതാക്കി പോകുന്നൊരവസ്ഥ. അതായത് ആ വോട്ടുകൾ ഇല്ലെങ്കിൽ, കാരണം കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ടുകളെ പറ്റി സാറിന് അറിയാമല്ലോ, മുന്തിയ വോട്ടാണ്. ആ മുന്തിയ വോട്ടാണ് ഏറ്റവും വികാരമുള്ള വോട്ട്. മുന്തിയ വോട്ടാണ് ഈ പറയുന്ന വികാരത്തിൽ ഏറ്റവും അടിമപ്പെടുന്ന വോട്ട്. കാരണം നായന്മാരെ അല്ലെങ്കിൽ മറ്റു ചില കക്ഷികളിലേക്ക് വോട്ട് ഈ പറയുന്ന പോലെ തീവ്ര നിലപാടുമായിട്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം നിലപാട് മാത്രമായിട്ട് പരിഗണിക്കുന്ന പാർട്ടിയാണ്. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ നേതാവ് കെ കരുണാകരൻ്റെ മോൻ തന്നെ പറഞ്ഞ കേട്ടില്ല, എന്നെ കുമ്മന രാജശേഖരനെ തോൽപ്പിക്കുന്നതിനും അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരെ തോൽപ്പിക്കുന്നതിനും എന്നെ സഹായിച്ചത് ഇന്ന ആളാണ്. അപ്പം അതിൻ്റെ അർത്ഥം അവരുമായിട്ടുള്ള രഹസ്യബന്ധമുണ്ട് എന്നുള്ള രീതി. മാത്രമല്ല വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 2024 ഇലക്ഷന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ PFIക്കാരൻ്റെ അല്ലെങ്കിൽ നിരോധനം മാറ്റിക്കൊടുക്കാമെന്ന് KC വേണുഗോപാൽ പറഞ്ഞ വാർത്തകൾ പല യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ പലരും പറയുന്ന അവസ്ഥ. കൊടിക്കുന്നിൽ സുരേഷ് ഇത് പറയുന്നത് വെളിയിൽ
അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് ബൈറ്റുകൾ വെളിയിൽ വരുന്ന അവസ്ഥ, അതായത് ഏതർത്ഥത്തിലും ഇവിടുത്തെ തീവ്ര സംഘടനകളെ സഹായിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ആണെന്നും അവരുടെ സഹായത്തോടു കൂട്ടി കോൺഗ്രസ്സിന് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു ഭാഗം വരുമ്പോൾ മറ്റു വിഭാഗത്തിനെ അവരുടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അടർത്തി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമാണ്. അതായത് CPM കളിക്കുന്ന BJP കളിക്കുന്ന അതേ രാഷ്ട്രീയം, കോൺഗ്രസ് പൂർണ്ണമായിട്ടും വർഗീയ പാർട്ടി എന്നുള്ളതിലേക്കാണ് മുരളീധരൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ മുരളീധരന് സ്പേസ് ഇല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വളരെ കൃത്യമായിട്ട് അടുത്ത 2026 കേരളത്തിൽ പലരും ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ പലരും ഉറ്റുനോക്കുന്നത് പോലെ UDF അധികാരത്തിൽ വരുമോ എന്ന് പല ആൾക്കാരും കരുതുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് ഒരുപക്ഷെ UDFും കരുതുന്നുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായിട്ടും അല്ലെങ്കിൽ താല്പര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് തലയ്ക്കൽ കത്തിവെക്കുന്ന അല്ലെങ്കിൽ കത്തിവെക്കുന്ന ഒരു ഇടപാടുമായിട്ട് മുരളീധരൻ പോകുന്നത്. അതായത് മുരളീധരൻ ഇപ്പം കളിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ ഒന്നും വേണ്ട, ഞാനില്ലെങ്കിൽ 2026 കോൺഗ്രസ് വേണ്ട എന്നുള്ള പൊളിറ്റിക്സാണ്. കാരണം ഇന്നലെ ഇദ്ദേഹം നടത്തിയ ഒരു സാഹചര്യം സന്ദർഭം എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യവും ഇല്ല ഇത് പറയാനുള്ള സാഹചര്യം. ഇദ്ദേഹത്തെ കാണുമ്പോൾ ഈ സാധാരണ നേതാക്കന്മാരെ കാണുന്ന പോലെ മുരളീധരൻ്റെ വയറ്റെടുക്കാൻ എപ്പോഴും പത്രപ്പുറത്ത് ചാടി വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ കിട്ടും പുള്ളി, ഇതുപോലെയുള്ള പത്രക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടും. അപ്പം ഇന്നലെ പുള്ളിയെ കണ്ടപ്പോൾ പുള്ളി ഒന്നുമില്ലാതെ, ഇപ്പം നിലവിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ലല്ലോ, ഇല്ലാത്ത പുള്ളി അങ്ങ് പറഞ്ഞ് എനിക്ക് ഇതുപോലെ 2014 19 എന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ പറ്റി ഇപ്പം നമ്മൾ പഠിക്കേണ്ടത്. അതെ, ജമാഅത്ത് ഇസ്ലാമി, അതെ പുള്ളി അതിൻ്റെ കാര്യം പറയാം. ജമാഅത്ത് ഇസ്ലാമി എവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് താല്പര്യമെടുത്ത് ബംഗ്ലാദേശിൽ നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമി ഇവിടുത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെ ലോകം ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജമാഅത്ത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഏതൊരവസരത്തിൽ അവസരം കിട്ടിയാൽ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാനും എൻ്റെ പാർട്ടിയും നിൽക്കുന്നതെന്ന് വളരെ പച്ചയായിട്ട് പറയുന്നതിൻ്റെ അർത്ഥം എന്തോ, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സാറും ശ്രദ്ധിച്ചു നോക്കും. ആ പാർട്ടിയെ കൊണ്ട് വെള്ളത്തിൽ ചാടിക്കുക എന്നുള്ളതാണല്ലോ. 2026 വേണ്ട, എനിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട. എൻ്റെ പേര് ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ടൊരു സീറ്റില്ല, എനിക്ക് മത്സരിക്കാൻ അവസരമില്ല, എന്നെ തൃശ്ശൂർ കൊണ്ട് നിർത്തി വലച്ചു, എല്ലാ രീതിയിലും എന്നെ ഒപ്പിച്ചു. പുള്ളിക്ക് ഒരിക്കലും ഈ ഒന്നുകിൽ MLA അല്ലാതെ MP ഏതെങ്കിലും ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. പുള്ളി കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങ് അസ്വസ്ഥനാണ്. അപ്പോൾ ഈ അസ്വസ്ഥതയെല്ലാം പല ഘട്ടത്തിലും വെളിയിൽ വരികയാണ്. മുരളീധരൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ സാറിന് അറിയാമല്ലോ, ഏതവസരത്തിലും അയാൾക്ക് സഭ്യമല്ല അല്ലെങ്കിൽ അയാൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന് കണ്ടാൽ അയാൾ റോഡിൽ ഇറങ്ങിയ കാര്യം പറയും. എന്നും പാർട്ടി അയാൾ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ അതെല്ലാം കോംപ്രമൈസ്. ഇപ്പോൾ തന്നെ ബൈ ഇലക്ഷനുകളിൽ വന്നില്ല, ആദ്യം കുറേ ദിവസം പുള്ളി അത് പ്രതിസന്ധിയിലാക്കി. അവസാനം ഇയാളെ പോയി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞു, വരണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു വലിയ കക്ഷിയാണ്, പത്രക്കാരുൾപ്പെടെ അവിടുന്ന് ആൾ തിരക്കി ഇവിടുന്ന് ആൾ തിരക്കി എന്ന് പറഞ്ഞ് പുള്ളി അവിടെ പോയി സംസാരിച്ചു. അതുപോലെ സന്ദീപ് വാര്യരുടെ വിഷയം സാർ ശ്രദ്ധിച്ചു. സന്ദീപ് വാര്യർ ഈ കൊഞ്ഞാണ്ണെ എന്തിനായി പാർട്ടിക്കകത്തിരിക്കുന്നത്, ഇവനെങ്കിൽ തീവ്ര നിലപാടുമായിട്ട് മറ്റിടത്ത് നിന്നില്ല, ഇവനെ എങ്ങനെ വിശ്വസിക്കാൻ ഒക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം സന്ദീപ് വാര്യരുടെ അവസാനം കണ്ടു കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർക്ക് മനസ്സിലായി ഇയാൾ വാ തുറന്നാൽ അത് ചർച്ചയാവും. അയാൾ എന്ന് പറഞ്ഞു ആനയോ കടലിനെയോ അല്ലെങ്കിൽ സൂര്യനെയൊക്കെ കാണുന്നവരിരിക്കും അദ്ദേഹത്തെ കണ്ടാൽ. അപ്പോഴത്തെ സന്ദീപ് വാര്യർ പുള്ളിയുടെ കക്ഷിയായി മനസ്സിലാകുന്നു. ഇപ്പം സന്ദീപ് വാര്യരെ പറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏതവസരത്തിനും വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, അതായത് 2026 UDFന് അധികാരത്തിൽ വരാനുള്ള സാധ്യതകളെ മറ്റു പാർട്ടികൾ പുറകോട്ട് നയിക്കുന്നതിനോടൊപ്പം മുരളീധരനും അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് മുസ്ലിം പാർട്ടിയാണ് കോൺഗ്രസ്, മറ്റു ആൾക്കാരെ പരിഗണിക്കുന്ന പാർട്ടിയല്ല. മറ്റാൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടക്കത്തില്ല എന്ന് CPM പറയുന്നതും BJP പറയുന്നതും വാസ്തവമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു മുരളീധരനായിട്ട് മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.